ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? സുഖല്ലേ? നമുക്ക് അൽഹംദുലില്ലാ അവിടെ റാഹത്തായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊരു ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഒരു ഫ്രൈഡേ ആണ് തോന്നുന്നുണ്ട്, കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് രാവിലെ നടക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച. അപ്പോൾ നേരത്തെ ഒന്ന് നടക്കാൻ വിചാരിച്ച്. പൊതുവെ നമ്മൾ നൈറ്റാണ് പോവാറ്. അങ്ങനെ നമ്മൾ രാവിലെ നടക്കുകയാണെങ്കിൽ രാവിലത്തെ കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. കണ്ണിനും മനസ്സിനൊക്കെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. അധികം ആരും അങ്ങനെ പുറത്തൊന്നും ഇറങ്ങൂലല്ലോ ഈ രാവിലെ. അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ പുറത്ത് നടക്കാൻ വേണ്ടിയിട്ട്. അധികം റഷൊന്നും ഇല്ലാതെ നല്ല രസം, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ കുറച്ച് നടത്തൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ അടുത്തുള്ള കറക്കിൽ പോയിട്ട് ടീ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നടന്നപ്പോൾ കുറച്ച് ചായ കുടിക്കാമെന്ന് കരുതി അങ്ങനെ ചായ വാങ്ങാൻ വേണ്ടി പോയതാണ്. ഇവിടുത്തെ ചായ നല്ല ചായ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല കുറച്ച് ചായ കുടിക്കാമെന്ന് കരുതി. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ജ്യൂസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സമയം 5 മണി അങ്ങനെ ആയിട്ടുള്ളൂ. നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. അത്ര രാവിലെ ആയതുകൊണ്ട് അവരെ ഞാൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഉണർത്തി കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഈ ഒരു ടൈമിങ് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ജ്യൂസൊക്കെ എന്നാലും കുറച്ച് കുടിച്ചിട്ടുണ്ടാകും. കാരണം എത്രയല്ലേ ടൈമായിട്ടുള്ളൂ. ഇത്ര രാവിലെ ഒന്ന് ജ്യൂസ് കുടിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരമാണ്. വൈകുന്നേരം എനിക്ക് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒന്ന് പോവുകയാണ്. അപ്പോൾ ഒരു 5 മണി 5:30 ഒക്കെ ആയിട്ടുണ്ടാവും. നല്ല ചൂടാണ് ഈ സമയത്ത് കേട്ടോ പുറത്ത്. ഈ ഒരു ടൈം ആയാലും ചൂട് നല്ല ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ പോവാണ്. പിന്നെ ഞാൻ നൈറ്റിലാണ് തിരിച്ചു വരുന്നത്. ഈ ഒരു ടൈമിലും കുറച്ചൊന്ന് നടക്കാമെന്ന് കരുതി. കാരണം ഞാൻ വേറെ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നടക്കാൻ എനിക്ക് ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് നടക്കുമ്പോൾ തന്നെ വേഗം ടയേർഡാവും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നടന്ന് ശീലമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നൈറ്റ് ആയിരുന്നു കേട്ടോ. നൈറ്റിലാണെങ്കിലും ഇവിടെ പുറത്ത് അങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ ഒരു പേടിയൊന്നും തോന്നാറില്ല. കാരണം എല്ലായിടത്തും നല്ല വെളിച്ചവും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ പിന്നെ ഞാൻ റൂമിലെത്തി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്ത് കുറേ സമയം നടന്നപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ കരുതി. ഒരു ആപ്പിളും ബനാന ഒക്കെ ഇട്ടിട്ട് ഉള്ള ഒരു റിഫ്രഷിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ചൊന്ന് ടയേർഡായി, നല്ല വിശപ്പും ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ വയറൊന്ന് ഫില്ലാവണ തരത്തിലുള്ളൊരു ജ്യൂസാണ് ഇത്. നമുക്ക് മോർണിംഗിൽ വേണമെങ്കിൽ കുടിക്കട്ടെ. ഈ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടൊക്കെ നല്ല ഹെൽത്തിയാണ്. ഇതിൽ ഞാൻ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഓൺലി ബനാനൻ്റെ ആ ഒരു മധുരമാണ് ഇതിലുള്ളത്. പിന്നെ ഞാൻ വേണമെങ്കിൽ കുട്ടികൾക്ക് കുടിക്കാൻ പറ്റില്ലെങ്കിൽ തേൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. അവർ ഫുള്ളായിട്ട് കുടിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല കുടിക്കുമെന്ന്. പക്ഷെ എന്തോ അവർക്കും ഇഷ്ടമാണ്. തേനും ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ബനാനന് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാൻ 3 ആപ്പിളും ഒരു ബനാനയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത്, മിൽക്കും.
പൊതുവെ നൈറ്റിൽ നമ്മൾ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുകയാണ് നല്ലത്, നമുക്ക് പെട്ടെന്ന് ദഹിക്കാനൊക്കെ. പിന്നെ ഈ ഓട്സ് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതായിട്ടും ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ വയറിലൊന്നും കൂടി ഫില്ലാവും, പെട്ടെന്ന് ദഹിച്ചങ്ങ് പോവില്ല, ഒന്ന് വയറ് ഫില്ലായിട്ട് ഉണ്ടാവും. പിന്നെ ഇതിൽ ചിയാ സീഡ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ, അത് നല്ലതാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആരും. പിന്നെ ഞാൻ നൈറ്റിലേക്ക് ചപ്പാത്തീൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വെണ്ടയ്ക്കയുടെ ഡിഷ് ഉണ്ടാക്കിയാണ്. ഇത് വെണ്ടക്ക പൊതുവെ നമ്മളിങ്ങനെ ഉപ്പേരി അങ്ങനെയൊക്കെ ആയിട്ടല്ലേ ഉണ്ടാക്കുക. ഞാൻ വേറൊരു സ്ഥലത്ത് അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്, ട്രൈ ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ചപ്പാത്തീൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റും, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ സാധാ വെണ്ടയ്ക്കൊക്കെ ഉണ്ടാക്കണ പോലെ സവാളയും പിന്നെ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ വെണ്ടയ്ക്ക ഒന്ന് വലുതാക്കി അറിയാതെ കുറച്ചൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒക്കെ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ ലാസ്റ്റ് വെണ്ടയ്ക്ക ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് എഗ്ഗ് കൂടി ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ നല്ലൊരു ഗ്രേവി പോലെ ആക്കിയെടുക്കാം. നമുക്ക് ചപ്പാത്തീൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ നൈറ്റിലേക്ക് പിന്നെ ഇതാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തീൻ്റെ ഒപ്പം ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാം. തക്കാളി കുറച്ചധികം 2 or 3 ഒക്കെ എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള തക്കാളിയൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ട്, അതും കൂടി ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. വേറെ പൗഡേഴ്സൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ വളരെ ലേറ്റ് നൈറ്റായിട്ടാണ് വോയിസ് ഓവർ എടുക്കണത്, അപ്പോൾ എനിക്ക് ഉറക്കത്തിൻ്റെ ഒരു ഇതൊക്കെ വരുന്നുണ്ട് എൻ്റെ വോയിസിൽ, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇതങ്ങനെ ഫൈനൽ അങ്ങനെ ഉണ്ടാകും. പിന്നെ ഞാൻ ഇത് സ്റ്റോപ്പാക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ മോൾ പറഞ്ഞു അവളുടെ ഗിഫ്റ്റ് കൂടി ഇതിലൊന്ന് കാണിക്കണം, വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ്. ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ഗിഫ്റ്റ്സും കാര്യങ്ങളുണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസാണ്. ഗേൾസിന് പിങ്ക് ഐറ്റംസ്, ബോയ്സിന് വെഹിക്കിൾസ് അങ്ങനെ എന്തോ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗേൾസിന് പിന്നെ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു,
ഇവർക്കിതൊക്കെ മതിയല്ലോ ഹാപ്പി ആവാൻ. ഇത് തലയിൽ വെക്കണ ഒരു ഹെയർ ബാൻഡ് പോലത്തെ ആ ഒരു സംഭവമാണ്. പിന്നെ ഒരു മാസ്ക് കൊടുത്തിട്ടുണ്ട്, ഫേസ് മാസ്ക്. ഇത് ഞാൻ അവർക്ക് ഇടാനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇട്ടിട്ട് മുഖത്ത് എന്തോ അലർജി ഒന്നും വരണ്ടെന്ന് കരുതി. പിന്നെ ഒരു മാലയും അതിലേക്ക് മാച്ചായിട്ടുള്ളൊരു കമ്മലിൻ്റെ സെറ്റാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിംഗർമിൽ ഒട്ടിക്കുന്ന നെയിലുണ്ടാവുമല്ലോ, പല കളേഴ്സിലും പ്രിൻസിലും ഒക്കെ ഉള്ള ആ ഒരു സംഭവമാണ് കേട്ടോ. അവർക്കിതൊക്കെ മതി, ഇതൊക്കെ കിട്ടിയാൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നല്ല കോംബോ ഉണ്ടായിരുന്നു. എല്ലാതും പിങ്ക് കളർ, ഗേൾസിന് അങ്ങനെ പിങ്ക് കളറിലാണ് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ ഒരു നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു, അതും പിങ്ക് തന്നെയാണ്. പിങ്ക് ആയതുകൊണ്ട് ഒരു നെയിലിട്ടാൽ അത്ര ഒരു പിങ്ക്, ഒരു പീച്ച് കളർ ഒരു സംഭവമാണ്. നെക്സ്റ്റ് പിന്നെ അടുത്തത് ഒരു മിനി വൈപ്സ് ഉണ്ടായിരുന്നു, വെറ്റ് വൈപ്സ് ആണത്. പിന്നെ 2 സോക്സ്, എല്ലാം പിങ്ക് തീമിലാണ്. അതാണ് അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഉള്ള ഒരു കാർഡും ഉണ്ടായിരുന്നു, ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള. അതൊക്കെ തന്നെ. ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.